ഇനി ഞങ്ങൾ വലിയ പണിയൊന്നുമില്ല, വളരെ സ്പീഡിൽ. ഏതാണ് മിക്സ്? റെഡി മിക്സ്. ഇവൻ റെഡി മിക്സ് നമ്മുടെ വളരെ മോശമാണ് കേട്ടോ ആള്. ഇതെന്ത് സാധനം? വേണം അടിച്ചു പൊടിക്കണ്ട. അപ്പം ഉണ്ടല്ലോ, അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. അപ്പം രാവിലെ ഞങ്ങൾ വീണ്ടും നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് തുടങ്ങിയേക്കനെയാണ്. കുറച്ച് ദിവസം നമ്മൾ ഡിലേ ഇട്ടല്ലേ തന്നെ, കുറച്ച് ദിവസം നമ്മൾ രണ്ടാമത്തെ വർക്കിന് വേണ്ടി നമ്മൾ കുറച്ച് മനപ്പുറം ഇട്ടതാണ്. അത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമൊക്കെ പിന്നെ പറയാം. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ മണ്ണിങ്ങനെ വെട്ടിയിട്ടേക്കണ മണ്ണാണല്ലോ, അപ്പോൾ അതൊന്ന് ബലം വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഡിലേ അങ്ങനെ ഇട്ടത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീണ്ടും ഞാൻ രാവിലെ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ഈ സൂര്യൻ വരും മുമ്പ് ഈ പണി തീർത്തിറങ്ങണം. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി സൈഡൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ മണ്ണ് എടുത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കോരി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് വെക്കണം. ആ ഒരു ലെവല് ഷേപ്പ് അതുണ്ടാക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ നിൽക്കണം. ഇങ്ങനെ ചെത്തി കളയണം നമുക്ക്. അപ്പം ഞാനും അത് അങ്ങോട്ടും കൂടി രാവിലെ തുടങ്ങിയത് അത്രയും ഏകദേശം ആക്കിയിട്ടുണ്ട്. ഇനി അടിവശമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം നമുക്ക് ചെയ്യാലേതാ കൂടാ. കയ്യിൽ കലക്കിയിട്ടുണ്ട് നീ. എൻ്റെ മോനെ പൊളി. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂള് പണിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-20 എത്ര ദിവസം? ഏകദേശം ഒരു 16 ദിവസമായി. അപ്പം നമ്മൾ ഇന്നലെ കണ്ടായിരുന്നല്ല, ഇന്നലെ നമ്മൾ ഈ സാധനമൊക്കെ ഇങ്ങനെ അടിച്ച് ഉറപ്പിച്ച് ഇതേ കാണാൻ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നേരം വെളുത്ത് ഞാൻ പോയിട്ട് കുറച്ച് ഇതേ പഴയ ഷീറ്റ്, ഇത് കുറച്ച് പഴയത് ഇവിടെ കിടന്നു. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മുടെ പണിയാൻ പോണത്. കഴിഞ്ഞ ഇതുണ്ടാക്കിയത് ജൂട്ട് ചണച്ചാക്ക് വെച്ചിട്ട്. ഇത് നമ്മൾ പകരം പ്ലാസ്റ്റിക്കിലേക്ക് മാറിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ കാലഘട്ടമാണല്ലോ, അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് പ്ലാസ്റ്റിക് ആളുകൾ ഉപേക്ഷിച്ച് തുടങ്ങി. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക്കാണ് നമ്മൾ എടുത്തേക്കണത്. അത് തന്നെ പഴയ ആക്രി പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മളിത് പണിയാൻ പോണത്. നീങ്ങിപ്പോ ഇപ്പൊ ഞങ്ങളിത് ഇത് കണ്ട ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ വിരിക്കതാനേ പൊക്കത്താട് കയറ്റിയിട. എന്നിട്ടുണ്ടല്ലോ കൊച്ചു പൊക്കത്ത് വാ. അപ്പൊ എന്നിട്ടുണ്ടല്ലോ ഒരു ചെറിയ ആണി പോലത്തെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് വരണം. ചാടിക്കറി എന്താണ് ചാടി മറിച്ചിടുക. ഞാനും പൊക്കത്ത് വരാതെ തന്നെ, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ഏകദേശം മുഴുവനായിട്ട് നമ്മുടെ ഷീറ്റ് പച്ച ഷീറ്റ് വിരിച്ച് ഇട്ടിട്ടുണ്ടല്ലേ തന്നെ. ഇനി വെള്ളം പിടിച്ചാൽ പോരെ? കുളിക്കാൻ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ വെള്ളം തെറിച്ച്, ഇത് സിമെൻറ്റ് നല്ല സ്ട്രോങ്ങിൽ നമ്മളിങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. കലക്കി നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല കിടിലൻ ഗ്രൗട്ടാക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഗ്രൗട്ടാക്കി എടുത്തിട്ടാണ് നമ്മുടെ പരിപാടി. ഇതിനകത്ത് പിന്നെ നമ്മൾ സിമെൻറ്റ് മാത്രമല്ല കുറച്ച് മണലും കൂടി ചേർക്കും. പിന്നെ ഇപ്പോൾ ഈ സിമെൻറ്റിൻ്റെ വില കണ്ട, സിമെൻറ്റിൻ്റെ വില ഇപ്പം 350 രൂപ 360 രൂപയ്ക്ക് ഇടാം. 340 തൊട്ട് അങ്ങോട്ട് പല സിമെൻറ്റും കിട്ടും. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് 1-2 വർഷം, ഒരു വർഷമല്ല കുറച്ച് നാൾ മുന്നേ ഇതിൻ്റെ വില 400-ൻ്റെ മേലായിരുന്നു. അപ്പം ഈ പൈസക്ക് വേണമെങ്കിൽ സിമെൻറ്റ് കൊടുക്കാം. നോട്ട് ദ പോയിന്റ്. ഇനി വർക്ക് മൊത്തത്തിൽ കുറഞ്ഞത് കൊണ്ടാണ് എന്നറിയാൻ പാടില്ല. എന്തായാലും നഷ്ടത്തിലാകാൻ ചാൻസ് ഇല്ല അവരുടെ കച്ചവടം. ഏതാണ്ട് ഒരു പട്ടികഷ്ണം എടുത്തിട്ടോ ഇതൊന്ന് ഇളക്കാനായിട്ട്. ഇന്നലെ ഞങ്ങൾ കൂട്ടിയിട്ട മണലായിരുന്നത് ഞങ്ങളിവിടെ വെട്ടിയെടുത്തത്. അത് ആ ചാക്കോ വന്നിട്ട് അവനെ പറഞ്ഞിട്ടല്ല, അവന് ഭയങ്കര ചൂടാണല്ലോ, അവൻ ഇത് നിരത്തി. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി മണൽ ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നട്ടെ തന്നെ. നമ്മളിതേ കണ്ടല്ലോ, ഇതിങ്ങനെ മൊത്തം ഇന്ന് ചെയ്യാൻ പോണത് ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ സിമെൻറ്റ് ഇങ്ങനെ പിടിപ്പിച്ച് വെക്കും. അത് പതിയാനുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ അടിച്ച് പതിച്ച് വെക്കും. ശരിക്കും ഗ്ലൗസ് ഒരെണ്ണം വേണ്ടതായിരുന്നു, പക്ഷേ സാധനം നമ്മുടെ ഇല്ല. അമ്മയെ എല്ലാം പൊളിഞ്ഞു പോയാ. കട്ടിയിട. അപ്പം ഈ നമ്മൾ വീണ്ടും നമ്മുടെ പണി തുടങ്ങി. ഇങ്ങനെ കട്ടിയുമ്പോൾ എളുപ്പത്തിൽ മുറിക്കാനല്ല പൊട്ട. അപ്പം ഇങ്ങനെ അരച്ചിട്ടാൽ മതിയില്ല. അതെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ആ പച്ച കളറിലെ പ്ലാസ്റ്റിക് കളറിലെ അതിനകത്ത് നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ടൊക്കെ പിടിപ്പിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ പൊട്ടി നോക്കുമ്പോൾ കൈവേന എടുക്കാനല്ല, എന്നാലും വലിയ കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല ബലമായിട്ടിരിപ്പുണ്ട്. അപ്പം ഇന്ന് നമ്മൾ രാത്രി ഏകദേശം
ഒരു പണിയാരം വന്നിട്ടുണ്ട്. ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ ഈ സിമെൻറ്റ് ഇടാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഈ സിമെൻറ്റ് ഇങ്ങനെ ഒരു ലെയർ സിമെൻറ്റ് ഇട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കലാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ സിമെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈ മണൽ 3 സിമെൻറ്റ് 1 3:1 എന്നുള്ള ആ റേഷ്യോ അത്ര സ്ട്രെങ്തി ആയിട്ടാണ്. അത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളതാണ്. ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ആ റേഷ്യോയിലാണ് നമ്മൾ ഈ പ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനുണ്ട്, യഥാങ്കൂട്ടനുണ്ട്, പവിന് ചാക്കോ സാറ് വന്നിട്ടുണ്ട്. പിന്നെ പവിന് റിച്ചൊക്കെ വേണ്ടാന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ അവന്മാർ വരും. എന്തായാലും ഇന്നത്തെ രാത്രി എന്തായാലും നല്ല കട്ടപ്പണിയുണ്ട്. ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മളിത് ഇങ്ങനെ പ്ലാസ്റ്റ് ചെയ്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ രീതിയിലായിട്ട് മാറ്റാൻ പോകണം കേട്ടോ. കത്തി പിടിച്ചേ. ഇനി ഞാനിതിനെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് സിമെൻറ്റ് കൂട്ടണം. ഈ പണികാരനും മൈക്കാടും ഒക്കെ ഞാൻ തന്നെ അവസ്ഥയാണ് കേട്ടോ. പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തല്ലേ അതാനെ, നമ്മൾ സീനാണ്. അയ്യോ നമ്മൾ സീനാണ്. ഒരു പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് തന്നെ വെച്ചിട്ടേ പോവുള്ളൂ. അല്ല നീ ഒറ്റ പോയി കുത്തേണ്ടി വരും, ഞാൻ പോയൊന്നുമില്ല. എനിക്കതന്നെ ഇങ്ങനെ സിമെൻറ്റ് ആദ്യത്തെ ഒരു ചാക്ക് സിമെൻറ്റ് നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടാ. ഇനി നമ്മൾ അടുത്ത മണൽ വീണ്ടും ഇടാൻ പോണതിൻ്റെ പുറത്തേക്ക്. വേണ്ട ഇത് ഞാനിട്ടേക്കാം. ഇതിന് അളവുണ്ട്. ഇതിന് നിനക്ക് ഇത്രയും ലോഡായിട്ട് എടുക്കാൻ പറ്റില്ല. നമ്മൾ ആദ്യം എൻ്റെ അമ്മേ നമ്മളുണ്ടല്ലോ വിഷമിച്ച് മിക്കവാറും പണിയടക്കം വെച്ച് നമ്മൾ നിർത്താൻ ചാൻസ് ഉണ്ട്. ഇത് മുഴുവൻ ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ഇന്ന് എന്തായാലും വിശ്വാസമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സാധനത്തിൻ്റെ പേര് ഇത് ഗ്രൗട്ട് ഇടാം. ഇതിങ്ങനെ നമ്മൾ കോഴികളൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കുറേ ആണ്. ഇങ്ങനെ ഇത് വളരെ ലൂസാക്കി എടുത്തങ്ങനെ ഗ്രൗട്ടാണ്. ഇത് ഭയങ്കര ലൂസായി പോയാ. അപ്പോൾ ഇങ്ങനെ സിമെൻറ്റും കൂടി ബോണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് സിമെൻറ്റ് മാത്രം സിമെന്റിന്റെ ഒരു കോട്ടിങ് കൊടുക്കണം. അതാണ് പറ്റാവുന്ന എടുത്താൽ മതി കേട്ടോ. താഴെയായിട്ട് ഇറങ്ങിപ്പോയി അടിച്ചാലേ കയറാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിപ്പിക്കാവുന്ന അത്രയും നമുക്ക് പിടിപ്പിച്ച് വെക്കാം. നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ സിമെന്റ് അടിച്ച് പിടിപ്പിച്ച് കേട്ടാ. ഇവിടം വരെ പിടിപ്പിച്ചപ്പോഴേക്കും എന്താ നമുക്ക് ടീംസ് നമ്മുടെ എത്തിയിട്ടുണ്ട്. അവന്മാർ കളിക്കാൻ പോയേക്കണായിരുന്നു. അപ്പം ഇന്നെന്തായാലും നമ്മൾ തീർക്കുവാടാ, ഇട്ടിട്ട് പോകുമ്പോൾ ഉറങ്ങാൻ പോകുന്ന എനിക്ക് പേടി. അപ്പം ഇപ്പം സിമെന്റ് എടുക്കാനൊക്കെ ആൾക്കാരായി. ഇനി ഇത് തേച്ച് പിടിപ്പിക്കണം. ഇത് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് നമ്മൾ തേച്ച് സിമെൻ്റൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചേക്കണ. ഇപ്പം ഈ ഒരു സൈഡ് അത്യാവശ്യം ബലമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ 2 കൂട്ട് പരിക്കനൊക്കെ ഇട്ട് അന്ന് രാത്രി പണി തുടങ്ങിയില്ല. അതങ്ങനെ പണി തുടങ്ങി. അന്ന് നമ്മൾ ഈ സൈഡ് ഈ റൗണ്ട് മാത്രം അന്ന് സൈഡ് മൊത്തം തീർത്ത് കേട്ടോ. 5:45 തുടങ്ങിയിട്ട് 9:45 ഞാനോർത്ത് നേരം വിളക്കുന്നൊക്കെ ഓർത്താൽ പണി തീർക്കാനായിട്ട്. പക്ഷേ 9:45 അപ്പം ഞാൻ പുല്ല് പോലെ അടിച്ച് തീർത്ത് കളഞ്ഞു എൻ്റെ അടുത്ത കളിക്ക്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റിട്ടും ഇതിൻ്റെ അടിവശവും കൂടി അന്നേരം ഏതാനും എഴുന്നേറ്റല്ലേ? എണീറ്റിട്ട് വെറുതെ എന്താ ആ മേസ്ത്രിമാർ അങ്ങനെയാണ്. മേസ്ത്രിമാർ ഇങ്ങനെ തേച്ചിട്ടിരുന്ന മൈക്കാടായിട്ട് എന്താ ഇവന്മാര്. ഇയാള് രാത്രി വഴക്കിട്ട് പോയ ആളാണ്. രാത്രി പകുതി ആയപ്പോൾ വഴക്കിട്ട് പോയിട്ട് ഡ്രസ്സും മാറി വന്ന് ഇവിടെ നിന്ന് ടോർച്ചടിച്ച് വരികയായിരുന്നു ഞങ്ങളുടെ പരിപാടി. അല്ലാണ്ട് ഈ പറയണം ഇല്ലേടാ. ഇവന്മാരൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ് രാത്രി നമ്മൾ പെട്ടെന്ന് തന്നെ തീർത്ത് 4 മണിക്കൂർ കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും വലിയ പണിയാരനായി പോയെന്ന്. അപ്പം അല്ല നീയും പണിയാരനാണ് പിന്നെ അത് വിട്ട്. അപ്പോൾ ഇനി ഇപ്പം നമ്മൾ അടിവശമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 പാക്കറ്റ് സിമെൻറ്റ് നമ്മൾ ഇതുവരെ ഇതിനകത്ത് കലക്കി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ തന്നെ. ഇനി ഇത് സെറ്റാകാനായിട്ട് ഏറ്റവും കുറഞ്ഞതൊരു 8, 9, 10 ദിവസമെങ്കിലും മിനിമം നമ്മളിതിൻ്റെ ക്യൂറിങ് ഡേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മളിതിൻ്റെ
പണി ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ബാക്കി പിന്നെ അത് വെള്ളം നിറച്ചിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളും. പിന്നെ നമ്മുടെ വർക്ക് നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മറ്റേ പച്ച നെറ്റിൽ സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയേക്കണം. നമ്മുടെ രീതിയിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇതിനകത്ത് ആവിഷ്കരിച്ചേക്കണത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം നിൽക്കുകയല്ലേ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിയണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആണ്. നീ കോൺഫിഡൻ്റ് ആണോ? അതെ, നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല. സൂപ്പർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം വെള്ളം നിൽക്കും. അപ്പം 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതിനിടയ്ക്ക് ആരും കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അല്ലാതെ വേറെ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ എവിടെയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരായിട്ട് ചോദിച്ചിട്ടുണ്ടിരിക്കണം. അപ്പം ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല അല്ലേ? 10 ദിവസം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.